എന്താ ചിറ്റപ്പ ഇന്ന് വീട്ടിൽ പോവാലോ അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ജാമ്യം കിട്ടിയില്ലെങ്കിൽ 2 ആഴ്ച കിടക്കേണ്ടി വരും. ഇനിയും 2 ആഴ്ച കിടക്കണോ? എന്താവും നോക്കാം. എടാ നീ ചായ കുടിച്ചോ? ഞാൻ കുടിച്ചു. ഇയാൾക്ക് വേണമെങ്കിൽ കുടി. എടാ നിനക്ക് പന്നു വേണോടാ? എനിക്കെങ്ങും വേണ്ട, ഇയാള് ഒഴിച്ചോ. നീയൊക്കെ എന്നാടാ നന്നാകുന്നത്? ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലം വരെയെങ്കിലും നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു സമാധാനം കുറച്ചു നേരം ഒന്ന് തൊള്ള അടച്ചു വെക്ക്. ബണ്ണ് തൊണ്ടേ കുടുങ്ങി ചാകും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ രണ്ടുപേരും എന്റെ വായടക്കാൻ. എന്തായാലും ഇത് ഉച്ച കഴിഞ്ഞേ വിളിക്കുള്ളൂ. കൊച്ചാപ്പിടെ കാശ് കൊടുത്തു വിട്, ബിരിയാണി വാങ്ങിക്കൊണ്ടു. കേസിന്റെ കാര്യമൊക്കെ എന്തായി? നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ആ കുത്തുകേസിന് ഇന്ന് ജാമ്യം ഉണ്ടെന്ന് പറയുന്നു. ആണോ? കിട്ടുമല്ലോ അല്ലേ? വക്കീലിടത്ത് ഞാൻ വേണം പറയാടാ. ഓ അത്ര വലിയ കേസൊന്നും അല്ലല്ലോ ഇത്. അയാൾ ആശുപത്രി നിന്നിട്ട് വീട്ടിലോട്ട് പോയില്ലേ? ആ കിട്ടും ജാമ്യം. പോയിട്ട് വരാം ശിവേട്ടാ, പോയിട്ട് വരാട്ടോ. ദുബായിക്ക് പോകുന്ന പോലെയാണല്ലോ പറയുന്നത്. ഇവനും നമ്മളെ പോലെ തന്നെയാ, പള്ളക്ക് കയറ്റുന്ന ടൈപ്പാ. എടാ മോനെ, നിനക്ക് വേറെ എവിടെയും കുത്താൻ ഇടം കണ്ടു? ഒന്ന് ചുമ്മാതിരിച്ചിട്ടപ്പാ. നെഞ്ചിലൊക്കെ കുത്തി അവൻ വലിയ ആളാവില്ലേ? മർമ്മത്താ കുത്തിയ, പക്ഷെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. നിന്റെ ചിലപ്പോ ജഡ്ജി കേട്ടിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. കിട്ടുന്ന ജാമ്യം പോകും. കിളവി ഇങ്ങനൊരു ചായ മേടിച്ചു നിന്റെ ചായം തേങ്ങൊന്നും വേണ്ട. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. ദേ അങ്ങോട്ട് നോക്ക്. കൊച്ചാപ്പി. ഞാനിപ്പോ പറഞ്ഞല്ലുള്ളൂ. ദേ തള്ളേ, ഇവന് പറഞ്ഞു കൊടുക്കട്ടാ. ഇവന് ജാമ്യം എടുത്തിട്ട് ഞാൻ അകത്ത് പോണ ലക്ഷണ. ഒന്നും മിണ്ടാതിരുന്നൂടെ നിങ്ങൾക്ക്? പരമേശ്വരൻ ശിവാനന്ദൻ. പരമേശ്വരൻ ശിവാനന്ദൻ. പരമേശ്വരൻ ശിവാനന്ദൻ. അക്യൂസ്ഡ് വന്നിട്ടില്ലേ? യെസ്, അക്യൂസ് പ്രസന്റ് യുവർ ഓണർ. പരുത്തിപ്പാറ പോലീസ്. എന്താ നിന്റെ പേര്? ശിവാനന്ദൻ എന്നാണ്. തന്റെ പേരോ? പരമേശ്വരൻ. ക്രൈം നമ്പർ 1125/2006. ഈ കേസിലെ 2 പേർക്കും ജാമ്യം തരുന്നു. നിങ്ങൾ 2 പേരും പരുത്തിപ്പാറ പോലീസ് സ്റ്റേഷനിൽ ദിവസവും പോയി ഒപ്പിടണം. നടരാജൻ. നടരാജൻ. ഡ്യൂപ്ലിക്കേറ്റാടാ. അതെ ചിറ്റപ്പ, ടച്ചിങ്ങിന് മേടിച്ചത് ഒന്നിനും കൊള്ളില്ല. നമുക്ക് തന്നെ വാറ്റാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ചിറ്റപ്പ എനിക്കൊരാഗ്രഹമുണ്ട്. നീ പറയടാ. ഈ തൊടുപുഴ കോടതി, പത്തനംതിട്ട ജയില് കൊറേ ആയപ്പോ മടുത്ത് ചിറ്റപ്പ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്ക് ചിറ്റപ്പ. ആരെങ്കിലും കുത്തിക്കൊന്ന് ചാകുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം പൂജപ്പുര ജയിൽ എനിക്ക് കാണണം. അതേന്ന്. അതെന്താടാ അങ്ങനെ ഒരു ആഗ്രഹം? എന്താണെന്നോ, ഇവിടെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പടം പത്രത്തിന്റെ ഒരു സൈഡിലേ വരുള്ളൂ. എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കുന്നു, അതിന്റെ ഇടയ്ക്ക് പോലീസുകാരും വന്ന് കയറും. വലിയ ജയിലാണെങ്കിലും ഉണ്ടല്ലോ, വാനി കൊണ്ടുപോകും, ടിവിയിൽ പടം വരും. ഇങ്ങോട്ട് നോക്കിച്ചിട്ടപ്പ നമുക്ക് ടാറ്റ കാണിച്ചുകൊണ്ട് പോകാം. ഒരൊറ്റ ദിവസം കൊണ്ട് പേരെടുക്കാം. എന്നോട് പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ നീ. പറഞ്ഞില്ലേ? പറഞ്ഞില്ല ഞാൻ. എന്താ നിർത്തിക്കോ. 6 മാസത്തിനകം ഇതിനൊരു തീരുമാനം ഉണ്ടാകും. അത് കൂടുതലാ. ഇപ്പൊ നീ ബാക്കിയുള്ളത് എനിക്ക് എങ്ങനെങ്കിലും പോണം. നാക്ക് ധരിക്കുന്നു എനിക്ക്. അച്ചാറെടുത്ത് ഒന്നുകൂടെ ഒഴിച്ച് കഴിക്കടാ ചേർക്ക. ചിറ്റപ്പ വന്നു, നോക്ക്. ഉറങ്ങിപ്പോയല്ലേ? ഇറങ്ങ. എന്താ ഇവിടെ? കണ്ടറിഞ്ഞൂടെ? പൂജയ്ക്ക് വേണ്ടി വന്നതാ. ആഹാ, അപ്പൊ ഇതോ നോക്കൂത്തിയാണോ എന്റെ അടുത്ത്? എത്ര ധൈര്യം ഉണ്ടായിട്ടാ പൊക്കിക്കൊണ്ടുവന്ന്. വിട്ടോ, പോടാ, സ്ഥലം വിടറാ. നീ എവിടെ പോവാ? നീ ഇവിടെ വാ. ചേട്ടാ, കാശ് ഞങ്ങളെ കൊടുത്തു. കാശോ? എത്രയാ? 100 രൂപയാ. 100 രൂപയോ? കൂടുതലല്ലേ ഇത്? ശരി, സാരമില്ല. കൊടുത്ത് തൊട്ട് തൊഴുതിട്ട് പൊക്കോ. ബാക്കി ഞാൻ നോക്കിയോളാം. ചേട്ടാ. എടാ പോടാ. എടാ പോവാൻ പറഞ്ഞില്ലേ ചേട്ടാ? എന്നാ അണ്ണ, പോടാ. എടാ സ്ഥലം വിടറാ. കുത്ത് നീ മേടിക്കാതെ വിട്ടു പൊക്കോ. നീ വാടി. നിന്റെ ഒരു കാര്യം കുറച്ചെങ്കിലും വിവരം വേണ്ടേ? ആര് വിളിച്ചാലും ഇങ്ങ് പോരുവാണോ? അവന്മാര് കാര്യം സാധിച്ച് കൊന്ന് കിണറ്റിലിട്ടാലോ? അയ്യോ, അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും. പിന്നെ പത്രം ഒന്നും വായിക്കത്തില്ല നീ? ഇതുപോലുള്ള കേസുകെട്ടൊക്കെ ഒരുപാടുണ്ട്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. ഈ കാട്ടിൽ, കൊടുങ്കാട്ടിൽ, മനുഷ്യനാദ്യം. ഇതാരാ പോയില്ലേ ഇതുവരെ? ചേട്ടാ, നിങ്ങളെ തീർന്നില്ലേ? ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഒരുപാട് കൊതിച്ചു പോയി ചേട്ടാ. പോടാ. പിന്നെ ഇനി ഇങ്ങനെയുള്ള കേസ് വരുമ്പോ ചേട്ടനോട് പറയാൻ മടിക്കണ്ട. നമുക്കൊരു കൂട്ടായ്മ ആവശ്യം. വിട്ടോ, എന്നാ വിട്ടോ ചേട്ടാ. അതുപോലെ ചേട്ടനെ വിളിച്ചോണ്ട് വരുമ്പോ ഒന്ന് പറയണേ. എന്തോന്നാ? ചേട്ടൻ കൊണ്ടുവരുമ്പോ ഞങ്ങളോട് പറയണോന്ന്. പറയാം. തൂങ്ങിച്ചത്തവന്റെ കാലേ തൂങ്ങാൻ നടക്കുന്നു.
എനിക്കിതാ കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്ന നോക്ക്. എനിക്ക് ആരാ കത്തി? നീയായിരുന്നോ? എന്റെ അമ്മേ, ഞാനോർത്ത് വേറെ ആരാണ്ട് കൊല്ലാൻ വന്നാന്ന്. ഇങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കിലേ എന്തിനാ വല്ലവരെയൊക്കെ കുത്താൻ നടക്കുന്നത്? പേടിയൊന്നുമില്ല, നല്ല ധൈര്യമുണ്ട്. എന്നെ കണ്ടറിഞ്ഞൂടെ നിനക്ക്? തിരുമോന്ത കണ്ടാ മതി, എല്ലാം അറിയാം. നീ എന്തെങ്കിലും ചെയ്ത് അകത്ത് പോവും. നിന്റെ വരവും നോക്കി ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നതാണോ? എടി, നിന്നോടാരാ അത് നോക്കാൻ പറഞ്ഞേ? പോയി പഠിക്കാനുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നീ എങ്ങോട്ടാ പോകുന്നെ? എങ്ങോട്ടാ പോകുന്നെ? എടി, ഞാനൊരു നിക്കർ പോലും ഇട്ടിട്ടില്ല. ഇരിക്കാനാ പറഞ്ഞ. കേറ്റിക്കളഞ്ഞ നിന്റെ സാമർത്ഥ്യമൊക്കെ നാട്ടുകാരോട് മതി, എന്റെ അടുത്ത് വേണ്ട. ഇരിക്കേ, അവിടെ ഇരിക്കടാ. അയ്യോ, എന്താന്ന് നീ പറഞ്ഞു തോലക്കേ. ഞാൻ അതിന് വിടോ? ഉണ്ടേന്ന് വിടാൻ. എടി, അഴിഞ്ഞാ സംഗതി കുഴപ്പമാകും. ആദ്യം നിന്റെ കൈ ഒന്ന് അവിടെ നിന്ന് എടുക്ക്. ഡാ, ഒരുത്തി വിറകും എടുത്തോണ്ട് പോകുന്ന കണ്ടില്ലേ? അവള് നമ്മൾ കാണുന്നുണ്ടോ? ഓ, നിനക്കിനി അതും കൂടെ ഞാൻ നോക്കി പറയണോ? എടി, നോക്കാം. അതെടി നോക്കുന്നുണ്ട്. നിന്റെ അച്ഛനോട് പോയി പറയും. അവൾ അങ്ങനെ ചെയ്യുള്ളൂ എനിക്കറിയാം. നീ ഇവിടെ ഇരിക്ക്. പോലെ ഒരുത്തിനെ കുത്തിയല്ലോ നീ. അവിടെ തന്നെ 4 പേര് കൂടി നിന്നെ കൊന്നിരുന്നല്ലോ. ചത്തുപോയാ പോട്ടെ, ഇതെല്ലാം കാര്യമാണ്. അങ്ങനെ വല്ലവന്റെയും കൈ കൊണ്ട് നീ ചാകാനല്ലോ ഞാൻ നോക്ക് കുത്തിയ പോലെ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും നീ ചാകാൻ പാടില്ല. നിന്റെ കൈ കൊണ്ട് എനിക്ക് താലി കെട്ടി ജീവിക്കണ്ടേ? നീ ഈ നാട്ടിൽ കാണിക്കുന്ന തോന്നിയാസത്തിനൊക്കെ എന്റെ കൈ കൊണ്ട് ഇടി പിടിച്ച് ചാവണ്ടേ? അന്ന് എന്റെ അടുത്ത് സത്യം വാങ്ങിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്ത് പറ്റി? അത് തന്നെയാ ചെയ്തോണ്ടിരിക്കുന്നത്. എന്തോന്ന്? എടി, നിനക്ക് എന്താ വേണ്ടത്? മുണ്ടെന്ന് വിടറി. എടാ, തമാശയല്ല ഇത്. ഇപ്പൊ ഇവളെന്തെങ്കിലും പറയും, പിന്നെ വേറെ ഏതോ അവന്റെ കൂടെയും ജീവിക്കുമെന്ന് വിചാരിക്കണ്ട. എന്റെ ഈ ശരീരം മുഴുവൻ കാണിക്കുന്നത് നിന്നെ മാത്രമാണെന്ന് ഞാൻ അമ്പലത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനോ സ്വന്തക്കാരോ നീയോ ഇതിന് തടസ്സമായി നിന്നാലുണ്ടല്ലോ, ചാവൂടാ ഞാൻ. കൊച്ചു വെളുപ്പാങ്കാലത്ത് നല്ല കാര്യം പറയാനുള്ള ഇവൾ എന്തൊക്കെയാ പറയുന്നേ? പോ, വിട്ടുപോ. ഇത് പറയാൻ വേണ്ടിട്ട് എന്റെ ഉറക്കം കളഞ്ഞു. പോകാൻ നോക്കടി. ഇവിടെ കൂടെ പഠിച്ച് പിള്ളേരെല്ലാം കല്യാണവും കഴിച്ചു ഒക്കത്തോരോ കൊച്ചുങ്ങളുമായി. ഇവിടെ ഒരുത്തിയുണ്ട്, പുസ്തകം എടുത്തോണ്ട് അങ്ങ് നടക്കും പഠിക്കാനെന്നും പറഞ്ഞോണ്ട്. എന്തിനാ? മുമ്പൊക്കെ അച്ഛനും അമ്മയും പറയുന്നൊക്കെ ഇച്ചിരി കേൾക്കുമായിരുന്നു. ഇപ്പൊ സാരി കൊടുത്ത് അവനെ കാണിക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുക. അല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. എന്താടി ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെടാൻ വേണ്ടി? സന്ധ്യ ആവുന്നവരെ എവിടെയാടി തണ്ടാ പോയത്? എന്താ നിങ്ങളോട് പറഞ്ഞ ആള് മുഴുവനൊന്നും പറഞ്ഞില്ലേ? അതിനി എന്റെ വായിന്ന് കേൾക്കണമെന്നുണ്ടോ? നിന്റെ ഈ അഹങ്കാര വർത്താനം ആദ്യം അങ്ങ് നിർത്ത്. നിന്റെ നല്ല നേരം അങ്ങേരി വീട്ടിലില്ലാത്തത്. നിന്റെ അച്ഛന്റെ ചെവിയിലെങ്ങനെ ഇത് എത്തിയാലുണ്ടല്ലോ ഇപ്പൊ കുഴിച്ചു മൂടിയനെ. എന്തിനു കുഴിച്ചു മൂടണം? നാട്ടുകാരും നിങ്ങളും ഒക്കെ അങ്ങേരെ കണ്ട് പേടിച്ചാ മതി. തറുതല പറയുന്നോടി അഹങ്കാരി. ഈ ചെരവ എടുത്ത് തലക്കിട്ടടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്ക്. എന്താടി കിടന്ന് നിലവിളിക്കുന്നേ? നാട് മുഴുവൻ കേൾക്കാലോ. ഒരു ജോലിയും ചെയ്യില്ല ഇവള്. നിങ്ങളാണെങ്കിൽ ചോദിക്കത്ത് പോലും ഇല്ല. വെള്ളം പിടിച്ച് തുണി നനച്ച് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് എന്റെ നടു ഒടിഞ്ഞ് ഞാൻ ചാവാറായിരിക്കുക. എന്തെങ്കിലും ചോദിച്ചാൽ തറുതലേ പറയുന്നേ. നിന്റെ സ്വഭാവമല്ലേ അവളും കാണിക്കുള്ളൂ. നിങ്ങളോട് ഇത് പറഞ്ഞ എന്നെ വേണം ആദ്യം അടിക്കാൻ. എടി മുത്തുമണി, നീ ഇങ്ങ് വന്നേ. രാവിലെ നിന്റെ അമ്മ വന്നത് നീ അറിഞ്ഞോ? ആ, അറിയാം. വീട്ടിലെന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. എന്താ ഒന്നുമില്ലെന്നോ? ഇന്നലെ നിന്റെ അമ്മ നിന്നോട് വഴക്കുണ്ടാക്കി, കണ്ടില്ലേ? എത്ര വഴക്കുണ്ടാക്കിയാലും മോളെ സ്കൂളിൽ വന്ന് കണ്ടിട്ട് പോയത് വേണ്ടിയായിരിക്കില്ല വന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ അതോ തോട്ടത്തിൽ പോയോന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നായിരിക്കും. എടി, പഠിക്കുന്ന കുട്ടിയാ നീ. മാസത്തിൽ 20 ദിവസമെങ്കിലും ജയില് കോടതി എന്ന് പറഞ്ഞ അവൻ നടക്കുന്നത്. അവന്റെ കൂടെ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ അവനെയും വിചാരിച്ച 4 വർഷമായിട്ട് ഒരേ ക്ലാസ്സിലിരിക്കാൻ നാണല്ലേ? ഞാനെന്തിനു കാണിക്കണം? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. അവന്റെ കൂടെ ജീവിക്കാൻ ഇത്രയൊക്കെ പഠിച്ചാ മതി. എന്തിനാടി നീ അവന് വേണ്ടി എല്ലാരോടും തർക്കുത്തരം പറയുന്നു? തർക്കുത്തരം പറഞ്ഞെന്നോ? 8 വയസ്സുള്ളപ്പോ ഞാൻ ചത്തുപോയനെ. അവനില്ലായിരുന്നെങ്കിൽ അതിനിപ്പൊ ഞാൻ എന്നെ അവന് കൊടുക്കണം. കുടിയാ പൂപ്പ, കണ്ണു മര്യാദക്ക് കാണാൻ പാടില്ല, എന്നാലും പെണ്ണുങ്ങളുടെ പടേ നോക്കുള്ളൂ അല്ലേ? സ്ട്രോങ് ആയിട്ട് 2 ചായ ഇടറാ. സ്പെഷ്യല് വേണോ അതോ സാധാ മതിയോ? എന്താ അമ്മാവാ, സുഖല്ലേ? വായിക്കാത്ത കോഴിക്കോട്ടയൊന്നും ഇല്ലല്ലോ, ചോദിച്ചാ പറഞ്ഞുകൂടെ? രണ്ടുപേരും പതിവ് പോലെ എത്തിയല്ലോ. ഇന്ന് സ്ഥലത്തെ കുറിച്ചാണല്ലോ. ചായ കുടിച്ചോ? എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു. ഇതെങ്ങനുണ്ട്? കലക്കിയടാ.
നിങ്ങളുടെ സ്വന്തക്കാരൻ മാത്രമല്ലല്ലോ, അയാൾ ഈ നാട്ടിലെ പ്രമാണി കൂടിയല്ലേ. നാട്ടുകാരന് മുന്നിൽ ഇങ്ങനെ അയാളെ നാണം കെടുത്താവോ? ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? ഇതൊക്കെ മോശമല്ലേ മോനെ? ഏത് നേരം ശിവാനന്ദ നീ കൂടെ ഉണ്ടല്ലോ, ഇതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്ത് ചെയ്യാനാ ചേട്ടാ, കണ്ട നായ്ക്കളൊക്കെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടും ഇവന്റെ തലയിൽ കേറണ്ടേ. ദേ ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ. എന്താടാ ഇന്ന് നിനക്ക് എന്നെയാണോടാ കിട്ടിയത്? മര്യാദക്ക് ചായ കുടിച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. അത് നിങ്ങളുടെ ഓണറോട് പറയാൻ പറ. ആരാടാ ഇവിടുത്തെ ഓണർ? ഡക്ലസ് ചേട്ടൻ. ആരാ ഡക്ലേസോ? എടാ ഇന്നലെ അവനെ ഇവിടെ ജോലിക്കെടുത്തത്. അവനൊക്കെ ഒരു ഓണർ എന്ന് പറഞ്ഞാ നീ ആണോടാ ഇവിടുത്തെ ഓണർ? ഡോ മര്യാദക്ക് സംസാരിക്കേ. താനൊരു പാവോലെന്ന് കരുതിട്ടാ പണി തന്നത്, അത് കളയല്ലേ. ഈ മണ്ട ശിരോമണി എനിക്ക് എന്തിനാടാ ജോലി വരുന്നത്? നാട്ടുകാരോടെല്ലാം നീ ഇത് പറഞ്ഞു നടക്കുവാണോ? സംഗതി ഏറ്റില്ലേ. ചിറ്റപ്പൻ അടിച്ച് പൊളിക്കേ. നീ പറയുന്നവനാന്ന് എനിക്കറിയാം. ഇറങ്ങി പോടാ ഇവിടുന്ന്. സന്തോഷമായല്ലോ. അപ്പൊ ഓണർ താനല്ലേ? പണി കിട്ടിയല്ലേ? അവൻ എന്നോട് അങ്ങനെയാ പറഞ്ഞ്. പാവം കള്ളം പറഞ്ഞതായിരിക്കും. എടേ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നേ? മൂക്കറ്റം കുടിച്ചിട്ട് കിടന്നിട്ട് എന്നോട് ചോദിക്കുന്നു മേടിക്കുമ്പോ. രാവിലെ 7 മണിക്ക് എന്നെ നീ ആ അമ്പലത്തിൽ വന്നേക്കണം. ഞാൻ അവിടെ കാത്തു നിൽക്കും. നമ്മൾ തൊഴാൻ പോണം. എന്തിനാ തൊഴാൻ പോകുന്നത്? അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല. വന്നോളണം. വരാം. എടാ എന്റെ പിറന്നാളായിട്ട് എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഓ പിന്നെ നീ അങ്ങനെ പറഞ്ഞാ ഉടനെ അവനങ്ങ് നന്നാവും. ചെല്ലമ്മയ്ക്ക് സുഖാണോ? നീ ഇങ്ങോട്ട് വന്ന കാര്യം അറിയാവോ? അറിയില്ല. അവിടെ എന്ത് കുറവാ? അല്ല അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ അവിടെ ഒന്ന് നോക്കിയാലോ? ഞാൻ എന്തിനാടി അങ്ങോട്ട് വരുന്നേ? മക്കളാടി തള്ളേ വന്ന് കാണണ്ടേ? അവള് വാശയും കൊണ്ട് അവിടെ ശരി ശരി, ആരും അവിടെ വരണ്ട. നിങ്ങളുടെ കൊച്ചുമോനെ രാവിലെ 10 മണി വരെ താരാട്ടിപ്പടി ഓർക്കണ്ട. രാവിലെ ഞാൻ അവനെ താരാട്ടുപടി ഉറക്കുന്നേ. എഴുന്നേക്കടാ, കുടിച്ചിട്ട് അവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കം കണ്ടില്ലേ? ഈ കിളവി തളയ്ക്ക് വേറെ പണിയില്ല. എടാ ഇന്നലെ രാത്രി അവള് വന്ന് സ്നേഹത്തോടെ വിളിച്ചതല്ലടാ. നീ പോകുന്നില്ലേ? ചിറ്റപ്പൻ ചുമ്മാതിരി, എനിക്ക് വേറെ പണിയില്ല. നീ വെറുതെ പറയല്ലേ. ആരെ കണ്ടാലും വെട്ടാനും കുത്താനും ഇറങ്ങും. വല്ലവനും വേണ്ടി തല്ലുണ്ടാക്കാൻ മുന്നിൽ കാണുന്ന നീ ആ കറുമ്പി പെണ്ണ് എന്തേലും ഒന്ന് പറഞ്ഞാ പേടിച്ച് മൂത്രം ഒഴിക്കുവാണല്ലോടാ. അപ്പൊ നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്നെ ഒരുമാതിരി ആക്കല്ലേ. പെണ്ണുങ്ങളെ അടിക്കുന്നത് തെറ്റല്ലേ ചിറ്റപ്പ? പരമുവേ, അത്രയ്ക്ക് നല്ല സ്വഭാവമാണോ നിന്റെ? 10 വയസ്സുള്ളപ്പോ ഉമ്മ കൊടുത്ത് ചങ്കൂറ്റത്തോടെ ഞാനാ ചെയ്തെന്ന് പറഞ്ഞ് നീയേ ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞാ? ഇഷ്ടമാണെങ്കിൽ രണ്ടും കൂടെ ഒളിച്ചോടി പോയിക്കൂടെ? ചിറ്റപ്പൻ എന്താ ഒന്നും ആലോചിക്കാതെ പറയുന്നേ? എപ്പോഴാ നമ്മുടെ തല പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാനിതൊക്കെ ചെയ്യാവോ? വേറെ ലക്ഷ്യമില്ലേ നമുക്ക്? എന്താടാ നിന്റെ ലക്ഷ്യം? ഇതെന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? അല്ല ചിറ്റപ്പ, TV, ഇന്റർവ്യൂ, പൂജപ്പുര, ജയില്. എന്താ ചിറ്റപ്പ? ചിറ്റപ്പൻ എന്ന് പറഞ്ഞ കാര്യമില്ല, മറന്നുപോയോ? വാക്കുമാറ്റുന്ന ആണത്തമല്ല കേട്ടോ. എടാ ആ പെണ്ണിന്റെ മനസ്സിൽ എപ്പോഴും നീ മാത്രമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഒന്ന് പേടിപ്പിച്ചാൽ മതി. അവളെ ഇട്ടച്ച് പൊക്കോളും. എടാ അത് പാവം കൊച്ചാടാ. ആരാ? അവളാണോ പാവം? അവൾ ഉറഞ്ഞു തുള്ളുന്ന കണ്ടാ പേടിച്ച് തൂറും. അവള് പാവമാണെന്നല്ലേ? അത് എന്നെയാ പറയേണ്ടത്. എന്നാ ഒരു കാര്യം ചിറ്റപ്പ, ആള് കരിവണ്ട് പോലെ ആയിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് വെളുത്തിട്ടുണ്ട്. എടാ കാശും പണവും വരുമ്പോ കാക്ക പോലും വെളുത്തൂന്ന് വരും. ചിറ്റപ്പൻ വെറുതെ വീണെടുത്ത് കിടന്നുരുളാതെ. നാളെ കുറച്ച് കാശ് കിട്ടിയ ചിറ്റപ്പൻ വെളുക്കോ? എടാ ഞാൻ ചെറുപ്പത്തിൽ വെളുവിളയെന്നിരുന്നതാ. ഈ കാറ്റും വെയിലും കൊണ്ടിട്ട് കറുത്തതാടാ. അടിക്കടാ, അടിക്കടാ. ആ അങ്ങനെ തന്നെ. എടാ വേണ്ട, വാ. എന്തുവാടേ കാണിച്ചോണ്ടിരിക്കുന്നേ? ചിറ്റപ്പ, ചിറ്റപ്പനെ വിളിക്കുന്നേ. എന്നെ എന്തിനാ വിളിക്കുന്നത്? ഈ വയസ്സാം കാലത്ത് അയാളുടെ മോളെ കെട്ടിച്ചേരാനാണോ? നിന്നെ തന്നെയാടാ ഞാൻ വിളിച്ചത്. അല്ല ചിറ്റപ്പ, എന്നെയാ വിളിക്കുന്നേ. എന്തോന്നാ? എന്താ പറയാനുള്ളേ? എന്താ വേണ്ടേ? എന്താടാ കത്തിയെടുത്ത് കുത്തിയാ നീയൊക്കെ വലിയ പുള്ളിയാ? വീരസം കാണിക്കുന്നത് ആയുധം എടുത്തിട്ടല്ല, ഇങ്ങനെ ഇരിക്കണം. അത് ശരിയാ. ദാ ചന്തിക്ക് കുത്തുമേടിച്ചില്ലേ, അവനോട് പറ. ഇത് പറയാൻ വേണ്ടിട്ടാ വിളിച്ച ചിറ്റപ്പ. ഇവന്മാരുടെ തടിയും മസിലും കണ്ട നമ്മള് പേടിക്കാൻ ഓർത്ത ചിറ്റപ്പ. അന്ന് നീ എന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ ഉരിച്ചെടുത്താണ് നിന്നെ.
പിടിച്ചിട്ടപ്പാ ഇവന്മാരെ ഞാൻ ഇടാ 4 പേരെ കണ്ടപ്പോ ധൈര്യം വന്നല്ലേടാ അവന്മാര് മനഃപൂർവ്വം ചെയ്യുന്ന എന്തുവാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിങ്കല്ല് പോലെ ഇവിടെ ആരെ കാത്തിരിക്കുവാടി? നിങ്ങളുടെ കെട്ടിയവന് വേണ്ടി ഇരിക്കുക. ആരും അറിയാതെ ഒറ്റയ്ക്ക് വന്നേക്കേ ടൗണിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ വന്നില്ല. വേഗം പോയി വരാൻ പറ. എന്ത് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കണോ? ഈ കാലത്ത് ഇതൊക്കെ ആരാടി വിശ്വസിക്കുന്നേ? എന്റെ അടുത്ത് വേണ്ട നിന്റെ വേല. പച്ച സാരി കൊടുത്ത് ഇറങ്ങിയിരിക്കുന്നവള്. നാട്ടുകാരൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ തലയെഴുത്ത് ഇവന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ല അറിയാൻ മേലാഞ്ഞ് ചോദിക്കുക. നിനക്കെന്താ വട്ടു പിടിച്ചോ? തനിയായിരുന്നു സംസാരിക്കുന്നു, കൈയും കാലും ആട്ടുന്നു. എന്തൊരു കൂത്തായത്? എന്റെ കൈയും കാലും ആട്ടുന്നത് കാണുന്നുണ്ടോ? ചുമ്മാ ഇവിടെ ഇരിക്കുകയല്ല, സംഗീതം പഠിക്കുകയാണ് ഞാന്. നിങ്ങൾക്ക് വല്ലതും അറിയോ? എനിക്ക് എങ്ങനെ അറിയാൻ? എനിക്ക് ഇതാന്നോ പണി? രാവിലെ വയലിൽ ഇറങ്ങി എന്തെങ്കിലും കഞ്ഞിക്കുള്ള വഴി ഉണ്ടാക്കാനാ ഞാൻ നോക്കുന്നേ. എത്ര കാലം വെച്ചാ എങ്ങനെ ഇരിക്കുന്നത്? ഒരു ഗായിക സുശീലയാവണ്ടേ നിങ്ങൾക്ക്? നമുക്ക് എന്തിനടി ആവശ്യമില്ലാത്ത പണിയല്ല. അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എങ്ങനെയാ? ഇങ്ങോട്ട് വന്നേ, ഞാൻ സംഗീതം പഠിപ്പിക്കാം. ഒന്ന് പോടി അവിടുന്ന്. ഞാൻ തന്നെ ആകെ ക്ഷീണിച്ച് വന്നിരിക്കുക. അപ്പോഴാ നിന്റെ ഒരു സംഗീതം. നീ കുറച്ചു നേരം പാട്ട് പഠിക്കോ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നെ നമുക്കൊന്ന് പാട്ട് പഠിക്കാം. വന്നേ, ഞാൻ പഠിപ്പിക്കാം. ഇപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യണമെന്നറിയോ? ഞാൻ എങ്ങനെ പാടുന്നോ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് അതേപോലെ നിങ്ങളും പാടണം. ആരും തെറ്റിക്കാൻ പാടില്ല. എന്താ എന്തുവാടി ഇവിടെ ഇങ്ങനെ നോക്കാം.